നമസ്കാരം. ലക്നൌവിലെ അലിഗഞ്ച് പ്രദേശത്ത് കോച്ചിംഗ് സെന്റർ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ വലിയ തീപിടുത്തമുണ്ടായി. അപകടത്തിൽ നിരവധി പേർ കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിയതായും രക്ഷപ്പെടാനായി ചില വിദ്യാർത്ഥികൾ 1-ാം നിലയിൽ നിന്ന് താഴേക്ക് ചാടിയതായും ദൃക്സാക്ഷികൾ പറഞ്ഞു. എന്തായാലും ഇതുവരെ 14 മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. വാണിജ്യ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ കെട്ടിടത്തിൽ കോച്ചിംഗ് സെന്ററിന് പുറമെ ഒരു പെറ്റ് ഷോപ്പും മറ്റ് കടകളും പ്രവർത്തിക്കുന്നുണ്ട്. 1-ാം നിലയിലുള്ള കോച്ചിംഗ് സെന്ററിൽ നിന്നും നിരവധി പേർ താഴേക്ക് ചാടിയതായി ദൃക്സാക്ഷികൾ വ്യക്തമാക്കുകയും ചെയ്തു. അതേസമയം ഈ താഴേക്ക് ചാടിയത് മൂലമുള്ള പരിക്കുകൾ കാരണമാണ് പലരും മരണപ്പെട്ടതെന്നും പറയുന്നുണ്ട്. കെട്ടിടത്തിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ഒരാൾ താഴേക്ക് വീഴുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇങ്ങനെ വീഴുമ്പോൾ ഉണ്ടാകുന്ന ഗുരുതരമായ പരിക്കുകളും പലർക്കും സംഭവിച്ചിട്ടുണ്ട്. കെട്ടിടത്തിന്റെ തകർന്ന ജനലിലൂടെ ഒരാൾ പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നത് വീഡിയോയിൽ കാണാം. ജനൽപ്പടിയിൽ തൂങ്ങിക്കിടക്കാൻ ഇയാൾ ശ്രമിച്ചെങ്കിലും പിടിവിട്ട് താഴെയുള്ള വേലിയിലേക്ക് പതിക്കുകയും പിന്നീട് നിലത്ത് വീഴുകയും ചെയ്യുകയായിരുന്നു. തുടർന്ന് നാട്ടുകാർ ഓടിയെത്തി ഇയാളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. പരിക്കേറ്റ ഇയാൾ നിലവിൽ ചികിത്സയിലാണ്. വിവരമറിഞ്ഞ് പോലീസും ഫയർഫോഴ്സ് സംഘവും സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി ബ്രജേഷ് പഥക് നേരിട്ടെത്തി രക്ഷാപ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ചെയ്തു. തീ പിടിച്ചത് 3 നില കെട്ടിടത്തിലാണ്. ഏറ്റവും മുകളിലത്തെ നിലയിലാണ് ആദ്യം തീപിടുത്തമുണ്ടായത്. തുടർന്നിത് വേഗത്തിൽ പടരുകയായിരുന്നു. രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ചില ജനലുകൾ തകർക്കേണ്ടി വന്നു, ഒരു ദൃക്സാക്ഷി പറഞ്ഞു. 3-ാം നിലയിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് രക്ഷപ്പെടൽ അസാധ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ 3-ാം നിലയിൽ നിന്ന് താഴേക്കാണ് പലരും ചാടിയത്. ഉടനടി 2-ാം നിലയിലേക്കും തീ പടർന്നു പിടിക്കുകയായിരുന്നു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നതായി നാട്ടുകാർ പറഞ്ഞു. എന്നാൽ എത്ര പേർ കുടുങ്ങിയിരുന്നു എന്ന കാര്യത്തിൽ കൃത്യമായ സ്ഥിരീകരണമില്ല. 5-7 വിദ്യാർത്ഥികൾ മുകളിൽ നിന്നും താഴേക്ക് ചാടിയെന്നും ഇതിലൊരാളുടെ അസ്ഥിക്ക് ഒടിവുണ്ടായിട്ടുണ്ടെന്നും ഒരു ദൃക്സാക്ഷി പറഞ്ഞിരുന്നു. എന്തായാലും അപകട സ്ഥലത്ത് ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനും പരിക്കേറ്റവർക്കും കൃത്യമായ ചികിത്സ ഉറപ്പാക്കാനും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. എന്തായാലും വളരെ വലിയൊരു അപകടമാണ് സംഭവ സ്ഥലത്ത് ഉണ്ടായിരിക്കുന്നത്. വാണിജ്യ മേഖലയായതുകൊണ്ട് തന്നെ നിരവധി കെട്ടിടങ്ങളിലേക്ക് ഈ തീ പടരാനുള്ള സാധ്യതയും ഉണ്ടായിരുന്നു. എന്തായാലും എത്രയും വേഗം തന്നെ തീ അണച്ചെങ്കിലും 14 മരണമാണ് ഇതിനോടകം തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. രക്ഷപ്പെടാനുള്ള ഓട്ടപ്പാച്ചിലിനിടെ വീണ് പരിക്ക് പറ്റിയും മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കുട്ടികൾ മാത്രമാണോ മരിച്ചത് എന്ന കാര്യത്തിലും വ്യക്തതയില്ല. ആരൊക്കെയാണ് മരിച്ചത് എന്ന കാര്യത്തിലും വ്യക്തത വന്നിട്ടില്ല. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതേയുള്ളൂവെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഇന്ന് എത്ര പേർ ഈ കോച്ചിംഗ് സെന്ററിൽ എത്തി എന്ന കാര്യത്തിൽ കൃത്യമായ സ്ഥിരീകരണം ലഭ്യമായിട്ടില്ല എന്നാണ് അധികൃതർ പറഞ്ഞിരിക്കുന്നത്. തുടക്കത്തിൽ മരണങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിലും ഉടനടി 14 മരണമാണ് റിപ്പോർട്ട് ചെയ്തത് എന്ന വാർത്തയാണ് പുറത്തെത്തിയിരിക്കുന്നത്. ഗുരുതരാവസ്ഥയിൽ നിരവധി പേർ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്.